ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ വ്യക്തികളും കാത്തിരുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗ്രീഷ്മ എന്ന ഒരു ഗ്രീഷ്മ എന്ന ഒരു കുറ്റവാളി എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പെൺകുട്ടി എന്ന ഒരു വാക്ക് ഒരിക്കലും ഈ ഒരു കുറ്റവാളി അർഹിക്കുന്നില്ല. അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പോലും ഞാനും എക്സൈറ്റഡ് ആയിരുന്നു എന്ത് നടപടിയാണ് ഈ ഒരു വ്യക്തിക്കെതിരെ എടുക്കാൻ പോകുന്നത് എന്ന്. പക്ഷെ മാക്സിമം ഞാനൊരു ജീവപര്യന്തം വരെ പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മളെല്ലാവരും എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു വിധി തന്നെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു വിധി വന്നതിന് ശേഷം ഒരുപാട് വീഡിയോസ് കാണപ്പെട്ടു. കേരള പോലീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണപ്പെട്ടു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറന്നുപോയൊരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആരും സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ആരുമല്ല, ഷാരോണിൻ്റെ ബ്രദറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിസിക്കലി അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ളൊരു വ്യക്തി. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരുപാട് സിംറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് ഡോക്ടർ കൂടിയാണ്. ഈ ഒരു വ്യക്തി ആ ഒരു സമയത്ത് തന്നെ റിസർച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്, എവിടെയാണ് ഈ ഒരു പ്രശ്നം വന്നത്, ഏത് ദിവസമാണ് എന്നൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരിക്കലും കൺഫേം ചെയ്ത് പറയാൻ സാധിക്കില്ല. കാരണം ഇത് ഗേൾ ഫ്രണ്ടാണ്, അത്രയും സീരിയസ് റിലേഷൻ ആണ് എന്നാണ് ഇത് ഷാരോണിൻ്റെ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. പക്ഷെ ICUവിൽ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ഒരു ഫോൺ കോളോ കാര്യങ്ങളോ വരാതെ നിന്ന സമയത്താണ് ഈ ബ്രദർ കൺഫേം ചെയ്ത് പറയുന്നത് കുറ്റവാളി എന്നല്ല, കാരണം സംശയം മൊത്തം ഈ ഒരു വ്യക്തിയിലേക്ക് പോകുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരു ടോക്സിക് റിലേഷൻ ആണായാലും പെണ്ണായാലും, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യാം. നിയമവ്യവസ്ഥ അത്രയും നിങ്ങളെ സപ്പോർട്ടഡ് ആണ്. ആണിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പിരിഞ്ഞു പോവുക എന്നാണ്. എനിക്ക് വെറുതെ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ കരിയർ എൻഡാണ്, ഫ്യൂച്ചർ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ആ ഒരു സമയത്ത് അത്രയും ബ്രൂട്ടലായിട്ടുള്ള ചിന്താഗതിയൊക്കെ മൈൻഡിൽ വരാം. പക്ഷെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട വേറെ ആവശ്യമില്ല. നിങ്ങൾ അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് പോകാൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഗൈസ്, എനിക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അവസാനം ഞാനൊരു ക്ലിപ്സ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബഹുമാനപ്പെട്ട കോടതിക്ക് ഫസ്റ്റ് നന്ദി പറയുന്നുണ്ട്. കാരണം ഇത്രയും ദ്രോഹിച്ച് കൊന്ന അവൾക്ക് തൂക്ക് ശിക്ഷ കിട്ടിയതിന് സന്തോഷമാണ്. അന്ന് ഛർദ്ദലോടെയാണ് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. അപ്പോൾ കുറേ വട്ടം 2-3 വട്ടം ഛർദ്ദിച്ചു. അപ്പോൾ പച്ചവെള്ളം ഛർദ്ദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവള് കഷായവും ഫ്രൂട്ടിയും തന്നു ചതിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ വരെ അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു അവളെ മേലിൽ. അപ്പം പിന്നെയും അവൻ മരിക്കുമെന്ന് അവൻ വിചാരിച്ചിട്ടില്ല. ലാസ്റ്റ് വരെ അവളെ വിശ്വാസമുണ്ടായിരുന്നു. എന്നിട്ട് ഇവള് നീ ഇത് വേറെ ആർക്കും വരാതിരിക്കട്ടെ.